اللهم صل وسلم على نبينا محمد. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തെ കിതാബുൽ ജാമിഅയിൽ നിന്നുള്ള ബാബുൽ ബിർരി വസ്സിലത്തി എന്ന ഭാഗത്ത് നിന്നുള്ള ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഹദീസ് കുടുംബ ബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ജുബൈർ ബിൻ മുത്അയിം റളിയല്ലാഹു അൻഹു ആണ്. عن جبير بن مطعم رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة قاطع. മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി തന്നെ എന്താണ് ഖാതിഉൻ മുറിക്കുന്നവൻ എന്നതിൻ്റെ ഉദ്ദേശം, യഅനി ഖാതിഉ റഹീം, അത് ബന്ധം മുറിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞതായി കാണാം. ഒന്നാമതായി ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ജുബൈർ ബിൻ മുത്അയിം റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഈ ഒരു ഹദീസുമായി വളരെയധികം ബന്ധമുണ്ട്. കാരണം അന്ന് ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ജുബൈർ ബിൻ മുത്അയിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വളരെ നന്നായി കൊണ്ട് കുടുംബങ്ങളുടെ പാരമ്പര്യം അറിയുക, പിതാവിൻ്റെ പിതാവ്, പിതാവിൻ്റെ സഹോദരന്മാർ, ഇങ്ങനെ ആ കുടുംബത്തിൻ്റെ ശാഖകൾ പഠിക്കുക എന്നുള്ളത് ആ നാട്ടിൽ അന്ന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് ജുബൈർ ബിൻ മുത്അയിം റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇവർ കാലാകാലം അവർ നരകത്തിലായിരിക്കും എന്നല്ല ഉദ്ദേശം. അതതിൻ്റെ ഗൗരവമാണ് ഉദ്ദേശിക്കുന്നത്. അയാൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. ഒരുവേള അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്താൽ അത് അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാനാകും. ഇല്ല എങ്കിൽ അദ്ദേഹം നരകത്തിൽ പ്രവേശിച്ച് അതിനുള്ള ശിക്ഷ ലഭിച്ചു കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് ഇതിനർത്ഥം. കാരണം കാലാകാലം ശിക്ഷക്ക് വിധേയനാവുക എന്നുള്ളത് അത് ശിർക്ക് മാത്രമാണ്. ഒരാൾ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ മാത്രമാണ് നരകത്തിൽ ശാശ്വതമായി ഉണ്ടാവുക. ബാക്കി എല്ലാ തിന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഒരു കാലം വരെ ശിക്ഷയുണ്ടാകും. അതല്ല എങ്കിൽ അവൻ അതിനു മുന്നേ പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല, പകരം ഒരല്പകാലം അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാലത്തോളം നരകത്തിൽ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും എന്ന് തന്നെയാണ്. പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മാതാപിതാക്കൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളതിനെ ഹറാം എന്നതിലുപരി വൻപാപമായി കൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. കാരണം ഒരു പാപം അത് വൻപാപമാകാനുള്ള അടിസ്ഥാനപരമായ ഹദീസുകളിൽ പ്രത്യേകമായ ശിക്ഷയോ അതല്ലെങ്കിൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകം പറയപ്പെട്ടാൽ അതിനെ വൻപാപമായി കൊണ്ടാണ് കണക്കാക്കപ്പെടുക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് 7 വൻപാപങ്ങളുണ്ട് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ധാരാളം ചില പണ്ഡിതന്മാർ 700ഓളം വൻപാപങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത്തരത്തിൽ പ്രത്യേകം ശിക്ഷ എടുത്തു പറയപ്പെട്ട പാപങ്ങളാണെങ്കിൽ അതെല്ലാം വൻപാപങ്ങളാണ് എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഇനി എങ്ങനെയാണ് ഒരു ബന്ധം മുറിക്കുക എന്ന് പറയുക? എങ്ങനെയാണ് ഒരു ബന്ധം, കുടുംബ ബന്ധമാണെങ്കിലും ഏതൊരു ബന്ധമാണെങ്കിലും ബന്ധം മുറിക്കൽ എങ്ങനെയാണ്? അത് പലതരത്തിലാകാം. ചിലപ്പോൾ അതൊരു സംസാരം കൊണ്ടാകാം, ചിലപ്പോൾ അത് പ്രവർത്തികൾ കൊണ്ടാകാം,
ചില ആളുകൾ കുടുംബത്തിന്റെ ഇടയിൽ, ഓരോ ആളുകൾക്കിടയിൽ ചില വേർതിരിവുകൾ കാണുന്നത് ഇതൊക്കെ ബന്ധങ്ങൾ മുറിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, ചിലതെല്ലാം അവരുടെ നാട്ടു നടപ്പ് അനുസരിച്ചായിരിക്കുമെന്നാണ്. ചില നാടുകളിൽ അവരുടെ വീടുകളിൽ പോയി സന്ദർശിക്കുക എന്നുള്ളത് ആ ബന്ധം നിലനിർത്തണം, ഇല്ല എങ്കിൽ ആ ബന്ധം മുറിയും എന്നാണ് നാട്ടു നടപ്പായി കാണുന്നത് എങ്കിൽ അവിടെ ആ ബന്ധം അവിടെ നിലനിർത്തണമെന്നാണ്. അവിടെ സന്ദർശിച്ചുകൊണ്ടെങ്കിലും ആ ബന്ധം നിലനിർത്തണം, ഇല്ല എങ്കിൽ അത് ബന്ധം മുറിക്കുക എന്നുള്ള ആ ഒരു നാട്ടു നടപ്പിൽ പെടും, അത് ഇതിൽ പെടും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു തരത്തിലാണോ, പണ്ട് നാടുകളിലൊക്കെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ നല്ല മുന്തിയ സാധനങ്ങളെല്ലാം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, ഇതൊക്കെയാണ് അവര് ബന്ധം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ കണ്ടിരുന്നത്. അപ്പൊ അതങ്ങനെ ഒരു നാട്ടു നടപ്പാണെങ്കിൽ അത് കൊണ്ടു നടക്കുന്നതിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇനി നമ്മൾ ബന്ധം മുറിച്ചിട്ടില്ല, പക്ഷെ അവർ ഇങ്ങോട്ടാണ് ബന്ധം മുറിച്ചതെങ്കിൽ, കുടുംബ ബന്ധത്തിൽ മറ്റുള്ള ആളുകൾ നമ്മോട് ഇങ്ങോട്ടാണ് ബന്ധം മുറിച്ചത് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റജുലൻ, ഒരു മനുഷ്യൻ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബത്ത്, എനിക്കൊരു കുടുംബക്കാരുണ്ട്, അസ്വിലുഹും വയഖ്തഊനി, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നുണ്ട്, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കുകയാണ്. വഅഹ്സിനു ഇലൈഹിം, ഞാൻ അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നുണ്ട്. വയസീഊൻ, പക്ഷെ അവരെന്നോട് മോശമായി കൊണ്ടാണ് പെരുമാറുന്നത്. വഅഹ്ലമു അൻഹും, ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നുണ്ട്. വയജ്ഹലൂന അലയ്യ, പക്ഷെ അവരെന്നോട് വളരെ മോശമായി കൊണ്ടാണ് അവർ പെരുമാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഇൻ കുൻത കമാ ഖുൽത, നീ ഇപ്രകാരം പറയുന്നത് പോലെ തന്നെയാണ് കാര്യമെങ്കിൽ, ഫകഅന്നമ തുസിഖുഹും അൽ മല്ല, താങ്കൾ അവരെ ചുടു വെണ്ണീർ അവരെ തീറ്റിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ. അത്രയും മോശമായ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊരു ഗൗരവമായ തിന്മയാണ് എന്നാണ് പറഞ്ഞത്. വലാ യസാലു മഅക മിനല്ലാഹി ദഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്, അത് നീ ഈ ഒരു വിധത്തിൽ അവരോട് പെരുമാറുന്ന കാലത്തോളം അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായം നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരാളുകളും കുടുംബ ബന്ധം മുറിക്കപ്പെട്ടാൽ അവർ ഇങ്ങോട്ട് എങ്ങനെയാണോ എങ്കിൽ അങ്ങനെ തിരിച്ച് അങ്ങോട്ട് അതുപോലെ തന്നെ. അവരുടെ കല്യാണത്തിന് വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല, നമ്മുടെ കല്യാണത്തിന് വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല എങ്കിൽ ഞങ്ങളും അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ അവരെ പല വിഷയത്തിന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളും അങ്ങോട്ട് ചെയ്തു. അങ്ങനെയല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അതുപോലെ പെരുമാറാനല്ല, അതിനേക്കാൾ നന്നായി അങ്ങോട്ട് പെരുമാറാനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവരുടെ കൂടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നതായി കാണാം, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുക, തിരിച്ചൊരു ഉപകാരം ചെയ്യുക എന്നുള്ളതല്ല കുടുംബബന്ധം. ഏതെങ്കിലും മുറിഞ്ഞു പോയിട്ടുള്ള ബന്ധം അത് പുനഃസ്ഥാപിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഏത് സാഹചര്യത്തിലും കുടുംബബന്ധം നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും അതെന്തൊക്കെയാണോ അത് ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ഇനി അവസാനമായി, ബന്ധം മുറിക്കാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ ഉണ്ട്. അത് കുടുംബ ബന്ധമാണെങ്കിലും വേറെ ഏത് ബന്ധമാണെങ്കിലും ഇസ്ലാം ബന്ധം മുറിക്കാൻ 2 സന്ദർഭങ്ങളിലാണ് അനുവാദം നൽകിയിട്ടുള്ളത്. ഒന്നാമത്തേത്, ആ ബന്ധം മൂലം നമുക്കൊരു തിന്മ വരിക, അഥവാ ഒരു മോശപ്പെട്ട ഒരാൾ, ഒരു കള്ളു കുടിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ബന്ധം തുടർന്നാൽ അത് നമ്മളിലേക്ക് ആ തിന്മ വരുമെങ്കിൽ നമുക്ക് ആ ബന്ധം മുറിക്കാം. അതൊരു കുടുംബക്കാരനാണെങ്കിലും അതല്ലാത്ത ബന്ധമാണെങ്കിലും നമുക്ക് മുറിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അത് അനുവദിക്കപ്പെട്ട ബന്ധം മുറിക്കലാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാം. ഇനി മറ്റൊന്ന് അനുവദിക്കപ്പെട്ടതാണ്, നമ്മൾ ബന്ധം മുറിക്കുന്നത് കൊണ്ട് ആ ബന്ധം കൂടുതൽ നന്നാവുമെങ്കിൽ അത് മുറിക്കാമെന്നാണ്. അഥവാ നമ്മളൊരു അറിയപ്പെട്ട ആളാണ്, അതല്ലെങ്കിൽ നമ്മൾ അവരോട് ഒരു ബന്ധം മുറിക്കുന്നത് കൊണ്ട് അവർക്ക് വല്ലാതെ അതൊരു ഹൃദയത്തിൽ വേദനയുണ്ടാക്കി തിരിച്ചാ തിന്മയിൽ നിന്ന് അവർ തിരിച്ചു പോരുമെങ്കിൽ നമുക്ക് ആ ബന്ധം മുറിക്കാമെന്നാണ്. അതും ഇസ്ലാമിൽ
അനുവദിക്കപ്പെട്ട ബന്ധം മുറിക്കലിൽ പെട്ടതാണ്. എല്ലാ ബന്ധം മുറിക്കലും പാടില്ല എന്നല്ല, ചില സന്ദർഭങ്ങളിൽ, ഈ 2 സന്ദർഭങ്ങളിൽ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധങ്ങളെല്ലാം ഏറ്റവും നല്ല കുടുംബ ബന്ധങ്ങളാക്കി അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.